അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ലോകത്തും വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് കേരളത്തിൽ ശക്തമായ രീതിയിൽ വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ജൂണ് അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്ക് കാലവർഷം എത്തിച്ചേരും. നമ്മുടെ കേരളം എന്നാൽ മനുഷ്യർക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും ഏറ്റവും യോഗ്യമായ മിത ശീതോഷ്ണ മേഖലയാണ്. നമുക്കറിയാം, കഠിനമായ വെയിലോ അല്ലെങ്കിൽ അതിശക്തമായ മഞ്ഞുവീഴ്ചയോ ഇല്ലാതെ മിതമായ രീതിയിൽ രണ്ടും ലഭ്യമാകുന്ന പ്രത്യേകമായൊരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു ഭൂമി പോലും തരിശുഭൂമിയായി ഉപേക്ഷിച്ചിടാൻ പാടില്ല. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ലഭ്യമായ എല്ലാ ഇടങ്ങളും കൃഷി ചെയ്ത് മനുഷ്യനും മറ്റു ജന്തുജാലങ്ങൾക്കും അർഹമായ രീതിയിൽ ഭക്ഷണ സൗകര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കേണ്ടത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഉപജീവനത്തിനുള്ളൊരു ഏർപ്പാട് മാത്രമല്ല, നേരെ മറിച്ച് അള്ളാഹു കൽപ്പിച്ച, അള്ളാഹുവിൻ്റെ പ്രവാചകർ പ്രോത്സാഹിപ്പിച്ച ശരിക്കും ആരാധനയുടെ ഭാഗമായ ഒരേർപ്പാടാണ്. അതുകൊണ്ട് തന്നെ മതം, ഇസ്ലാം കൃഷിയെ അനുബന്ധമായുള്ള വിളവെടുപ്പിനെയൊക്കെ ധാരാളമായി പ്രോത്സാഹിപ്പിക്കുന്നു. ദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഏതാനും ചില പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഏതൊരു കാര്യത്തെയും പരിശുദ്ധ ഇസ്ലാം കാണുന്നത് ആഖിറത്തിനുള്ള മുന്നൊരുക്കമായിട്ടാണ്. അതോടൊപ്പം നമ്മുടെ അധ്വാനം, നമ്മുടേതായ ശേഷിയുടെ വിനിയോഗം ഒക്കെ നടത്തുമ്പോഴും അത് വിജയിപ്പിക്കേണ്ടത് ആത്യന്തികമായി പടച്ച റബ്ബാണെന്ന് ഖുർആനും തിരുഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നു. അത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ഏറ്റവും കൂടുതൽ തവക്കുലാക്കൽ ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കണം. കർഷകരാണ് ഏറ്റവും നല്ല തവക്കുലിൻ്റെ ആളുകൾ എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അൽ മുത്തവക്കിലു ഹുവല്ലദീ യബ്ദറു ഹബ്ബഹു വയതവക്കലു അലല്ലാഹി. യഥാർത്ഥ മുത്തവക്കിൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നയാൾ ആരാണ്? അവർ വിത്ത് വിതയ്ക്കുകയും അത് മുളക്കാനും വളർന്നു വരാനും നല്ല ഫലം കായ്ക്കാനും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴും ഈ തവക്കുലാക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായുള്ള ചില ശ്രേഷ്ഠതകൾ മതം പറയുന്നത്. അള്ളാഹുവുമായുള്ള ബന്ധം കർഷകന് മാറുന്നില്ല. അവൻ്റെ കൃഷി, വിത്തിടൽ പോലെയുള്ള ഏതാനും ചില കാരണങ്ങൾ മാത്രമാണ് അവൻ ചെയ്യുന്നത്, അനുവർത്തിക്കുന്നത്. നേരെ മറിച്ച് ആ വിത്ത് മുളക്കൽ, അതിനാവശ്യമായ സംഗതികൾ ഒരുക്കൽ, അത് വളർന്നു വരാൻ, അതിൽ നല്ല ഫലം ഉണ്ടാവാൻ, ഇതെല്ലാം എത്ര ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്താലും കർഷകൻ്റെ നിയന്ത്രണത്തിൽ പെട്ടതല്ലെന്ന് നമുക്കറിയാം. പക്ഷെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ചില വാക്കുകൾ വിശദീകരിച്ച് നമുക്കതേക്കുറിച്ച് പറയണം. അപ്പോൾ നന്നായിട്ട് തവക്കുലാക്കണം. ഈ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹുവിൻ്റെ സർവശക്തിയെ അംഗീകരിക്കുന്ന, മനുഷ്യൻ വിനയാന്വിതനാണെന്ന് നേർക്കുനേർ പ്രഖ്യാപിക്കുന്ന ഒരു ഏർപ്പാട്. ഞാൻ സ്വന്തം മതി എന്ന വിചാരമേ ഇല്ല കർഷകന്. എത്രത്തോളം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെ വിചാരിച്ച ചില കർഷകർക്ക് പിന്നീട് സംഭവിച്ച ആത്യന്തികമായ നഷ്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു കാര്യത്തിലും എന്ന പോലെ പടച്ച റബ്ബിനെ തവക്കുലാക്കി അള്ളാഹുവിൽ നിന്നാണ് ഇതെല്ലാം ലഭ്യമാകുന്നത് എന്ന ബോധ്യത്തോടു കൂടെയാവണം കൃഷിയെയും മനുഷ്യൻ സമീപിക്കേണ്ടത്. അള്ളാഹു വലിയൊരു അനുഗ്രഹമായിട്ടാണ് കൃഷിയും അതുവഴിയുണ്ടാകുന്ന നമ്മുടെ ഭക്ഷണ സംവിധാനങ്ങളെയും പഠിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സൂറത്ത് അബസയുടെ 24 മുതൽ 34 വരെയുള്ള 10-11 വാക്യങ്ങൾ. വല്ലൊന്നുരിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭക്ഷണം വരുന്നത് എങ്ങനെ? ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ, പുതിയൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ കൃഷിയെ പറ്റിയൊന്നും വല്ല ബോധമില്ലാത്ത ആൾ പറയും ചിലപ്പോൾ അത് ഇങ്ങനെ ട്രെയിൻ വഴി അല്ലെങ്കിൽ ലോറി വഴി വരുന്നതാണ്. അതിൻ്റെ ആഴത്തിലേക്ക് പോയാലോ, കുറേ കർഷകരുടെ അധ്വാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം.
അതുകൊണ്ട് ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ പ്രത്യേകം പറയുന്നു. ആ ചിന്ത വഴി റബ്ബിലേക്ക് എത്തണം. ഈ ഭക്ഷണം എങ്ങനെ നമ്മിലേക്ക് എത്തിച്ചേർന്നു? ഇതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം അടിസ്ഥാന യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ റബ്ബ് കൃഷിയെക്കുറിച്ച് പറയുന്നു, ഇന്ന സബബിനൽ മാ അസബ്ബ, നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ചൊരിച്ചു തന്നു. എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലും അള്ളാഹുവിൽ നിന്ന് കൃത്യമായ രീതിയിൽ മഴ വർഷിക്കാത്തൊരു ഘട്ടം വന്നാൽ ഭൂമി വരണ്ടു പോകും. പിന്നെ അത് കൃഷിയോഗ്യമല്ലാതെയാകും. കടൽ ജലമാണ് ലോകത്തുള്ള ജല വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ, ഏകദേശം 90%. ശുദ്ധജലം വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഭൂഗർഭജലത്തിൻ്റെ ഈ കുറവ് വല്ലാതെ സംഭവിച്ചു എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ. മീറ്റർ കണക്കിന് താഴ്ന്നു പോയിന്ന്. അങ്ങനെ തന്നെ പോയാൽ കേരളം മരുഭൂമിയാകുമെന്ന് മുന്നറിയിപ്പുണ്ട് ഈ ജലസംബന്ധിയായ പഠനം നടത്തുന്നവരിൽ നിന്ന്. അപ്പോൾ സുലഭമായി വെള്ളം വരണം. കടൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുക എന്ന വലിയൊരു സംഗതി എല്ലാ സമയത്തും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഘനീഭവിച്ച് പിന്നീട് മഴയായി വർഷിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ സംഗതികളുണ്ട്. അതിന് ഭൗതികമായ കാരണങ്ങളുണ്ട്, മലക്കുകളെ പോലെയുള്ള ആത്മീയ കാരണങ്ങളുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്നതും വിവിധം സംവിധാനിക്കുന്നതും പടച്ചുറപ്പാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത് നാം വെള്ളം ഇറക്കിയെന്ന്. സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനത്തെ വാക്യം നമുക്കറിയാം. പടച്ച റബ്ബെങ്ങാനും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശുദ്ധമായ വെള്ളത്തെ പിൻവലിച്ചാൽ കുല്ലോ അസ്ബഹ മാഉക്കും ഗൗറൻ, ഗൗറൻ ആഴ്ന്നുപോയി, വറ്റി വരണ്ടുപോയി. ഫമയതികും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വെള്ളം ആര് കൊണ്ടുവന്ന് തരും എന്ന് അല്ലാഹു ചോദിക്കും. ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. നിങ്ങളുടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം വറ്റിപ്പോയാൽ ആരത് കൊണ്ടുവന്ന് തരും? അതെത്തുമ്പോഴാണ് നമ്മൾ ഓതൽ, പ്രത്യേകമായി ചൊല്ലൽ, പ്രാർത്ഥിക്കൽ അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലൽ സുന്നത്തുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതനും സംരക്ഷകനുമാകുന്ന റബ്ബ് കൊണ്ടുവരും, അല്ലാതെ ആര്? എന്തൊരു കഠിനമായ ചൂടിലായിരുന്നു നമ്മൾ. കേരളത്തിൽ തന്നെയും ഏകദേശം 45 അതിലേറെയൊക്കെ സെൽഷ്യസ് ചൂടിലേക്ക് എത്തി, പൊറുതിമുട്ടി, ജീവിതം ദുസ്സഹമായി. ആ സമയത്താണ് സുലഭമായ രീതിയിൽ വേനൽ മഴ വരുന്നത്. ഒരു മഴ വരുന്നതോടുകൂടെ നമ്മൾ ഊർജ്ജസ്വലരായി, ചൂട് പോയി. ഇപ്പം നമ്മൾ കറണ്ടിൻ്റെ ധാരാളമായി കറണ്ട് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് കേൾക്കുന്നില്ല. കാരണം AC-കളൊക്കെ ഓഫായി. സമൃദ്ധമായ രീതിയിൽ മനുഷ്യന് പര്യാപ്തമായ അവൻ്റെ വലിയ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും വിധത്തിൽ ജലം ലഭിക്കണമെങ്കിൽ നമ്മൾ കടൽ വെള്ളത്തെ ശുദ്ധവെള്ളമാക്കുന്ന ഏർപ്പാട് വളരെ സാമ്പത്തിക ചെലവുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് റബ്ബ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കണം. അതെങ്ങനെ ലഭ്യമായി? അടിസ്ഥാനപരമായി ഇന്ന സബബിനൽ മാ അസബ്ബ, നമ്മൾ നന്നായിട്ട് വെള്ളം ഇറക്കി തന്നു. സുമ്മ ശഖഖിനൽ അർള ശഖ, പിന്നീട് ഈ വിത്തുകൾക്ക് മുളച്ചു വരാൻ വേണ്ടി നാം ഭൂമിയെ പിളർത്തി തന്നു. ഏതോ ഒരു ഭൂമിയിൽ നമ്മൾ വിത്തിട്ടു, അത് അല്ലാഹു തആല വിളവിന് യോഗ്യമല്ലാത്ത ഭൂമിയാക്കിയതാണെങ്കിൽ ആ വിത്ത് അവിടെ കിടക്കും. ഭൂമി പിളർന്നത് പുറത്തു വരില്ല. മുളച്ചു വന്നൊരു വിത്ത്, പക്ഷെ അതിനെന്തെങ്കിലും ഈ ക്ഷുദ്രജീവികളുടെയൊക്കെ മറ്റ് ബാധയേറ്റ് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ കൂമ്പടഞ്ഞു പോകും, പുറത്തെത്തൂല. കൃത്യമായ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന ചെടികളും സസ്യങ്ങളും പുറത്തു വരണമെങ്കിൽ പടച്ച റബ്ബിൻ്റെ തീരുമാനം വേണം. സുമ്മ ശഖഖിനൽ അർള ശഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബ, കുറേ ധാന്യങ്ങൾ നമ്മൾ അതിൽ മുളപ്പിച്ചു. വഇനബം വഖളബ, പച്ചക്കറികളും മുന്തിരികളും ഒക്കെ അല്ലാഹു തആല മുളപ്പിച്ചു. ഏകദേശം എല്ലാ ഭാഗവും പരാമർശിച്ചു. ധാന്യങ്ങൾ അതിലെല്ലാം പെടും. പുതിയ കാലത്ത് അരിയൊക്കെ കൂടുതൽ കഴിച്ചത് കൊണ്ടുള്ള വലിയ വിപത്ത് കേരളക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അരിയെക്കുറിച്ച് നമ്മുടെ ചില കിതാബിലൊക്കെ കാണാം, അത് സ്വർഗീയ ഫുഡാണെന്ന്. അതുകൊണ്ട് തന്നെ അതിൽ രോഗശമനമേ ഉള്ളൂ, രോഗമില്ല എന്ന്. പക്ഷെ കേരളക്കാരൻ അരി കൊണ്ട് വല്ലാതെ ഉപദ്രവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണത്? ഇസ്ലാമിൻ്റെ ഒരു പൊതുവായ തീരുമാനമുണ്ട്, ഏത് സംബന്ധിച്ചും
മിതമായ രീതിയിലായിരിക്കണം ജീവിത വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനപ്പുറം അരി തന്നെ അതിനുവേണ്ടി മാത്രം ഒരു ജീവിതമായി മാറിയപ്പോൾ അതിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ, അന്നജം കേരളക്കാരൻ്റെയൊക്കെ ശരീരത്തിൽ നന്നായിട്ട് ഗ്ലൂക്കോസായി സ്റ്റോർ ചെയ്യപ്പെട്ടു. അങ്ങനെ കേരളം ഏകദേശം ലോകാടിസ്ഥാനത്തിൽ തന്നെയും ഈ ഷുഗർ രോഗത്തിൻ്റെ, പ്രമേഹത്തിൻ്റെ തലസ്ഥാനമായി രൂപപ്പെട്ടു. അത് അരിയുടെ പ്രശ്നം കൊണ്ടല്ല, മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനപ്പുറം അതുമാത്രം ശരണം എന്ന രീതിയിൽ എല്ലാ സമയത്തും അതിന്മേ തന്നെ കൂടിയതുകൊണ്ട്. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടനയൊക്കെ ഇപ്പോൾ ഈ ചെറിയ ധാന്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മില്ലറ്റുകൾ. അത് മനുഷ്യന് വേണ്ട എല്ലാ വിഭവങ്ങളും തരുന്നതാണ്, മനുഷ്യന് വേണ്ട എല്ലാ പോഷകങ്ങളും തരുന്നു. അതോടൊപ്പം കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണെന്ന്. അന്നജം കൂടുമ്പോൾ സ്വാഭാവികമായും അന്നജത്തിന് ശരീരത്തിൽ ഗ്ലൂക്കോസ് ആവാനേ പറ്റും. അത് വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ തുറച്ച് ഗ്ലൂക്കോസായി ശേഖരിക്കപ്പെടും. പിന്നീട് അത് പ്രമേഹത്തിലേക്ക് എത്തും. ഈ ചെറിയ ധാന്യങ്ങൾ, ഈ തെന പോലെയുള്ള, ചാമ പോലെയുള്ള, രാഗി പോലെയുള്ള സാധനങ്ങളിൽ ഈ കാർബോഹൈഡ്രേറ്റ് തീരെ ഇല്ല. മനുഷ്യന് ആവശ്യമായ ഊർജ്ജങ്ങളെല്ലാം ലഭിക്കുന്നു. അപ്പോഴും അതും മിതമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മില്ലറ്റുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. ഈ മില്ലറ്റുകൾ എവിടെ നിന്നുണ്ടാകുന്നു? പറഞ്ഞതുപോലെ അള്ളാഹു ജലമിറക്കുന്നു, അതിൽ നിന്ന് വിത്ത് മുളക്കുന്നു, ഭൂമി പിളർന്ന് പുറത്തു വരുന്നു, പിന്നീട് അത് സമൃദ്ധമായി അതിലെല്ലാ സംഗതികളും ഉണ്ടാകുന്നു. ധാന്യം അതിലെല്ലാം പെടുന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതായി പറയുന്നത് ഇനബാണ്, മുന്തിരി, പൊതുവെ ഈത്തപ്പന, ഈത്തപ്പഴം, ഇനബ്, അല്ലേ? ഈ സംഗതികളൊക്കെ ഖുർആൻ ഇടക്കിടക്ക് പറയും. എന്തുകൊണ്ട്? അത് ഫ്രൂട്ട്സ് ആകുന്ന ഈ ഭക്ഷ്യപദാർത്ഥത്തിൻ്റെ ഒരു പ്രതീകം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിളാണ്. അറബികൾക്ക് ധാരാളമായി പരിചയമുള്ളത് ഈ രണ്ട് സംഗതികളായിരുന്നു. അതുകൊണ്ട് അതേക്കുറിച്ചും പറയുന്നു. പിന്നീട് പച്ചക്കറികൾ, ഖളുബ്, ആ സാധനവും അല്ലാഹു പുറപ്പെടുവിക്കുന്നു. വസൈത്തൂനൻ വനഖ്ലൻ, ഈത്തപ്പനയും ഒലീവും. എണ്ണ സംബന്ധിയായ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒലീവ് പ്രധാനമാണ്. ഒലീവിൻ്റെ ഓയിലിലേക്ക് നമ്മുടെയൊക്കെ ജീവിതക്രമം മാറുകയാണെങ്കിൽ അത് വലിയ കോസ്റ്റ്ലിയാണ്. നമ്മുടെ നാട്ടിൽ ആ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളും തീരും. അത് കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ സലാഡ് വഴിയൊക്കെ എത്തിച്ചേരണമെന്ന് പ്രത്യേകം ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. ഖുർആൻ പ്രത്യേകമായി പറഞ്ഞ സൈത്തൂൻ, ഒലീവ്. ഈ ഒലീവിനെ കുറിച്ച് പറയുന്നത് എണ്ണ പോലെയുള്ളതിൻ്റെ മൊത്തം പ്രതീകമായിട്ടാണ്. ഓരോന്ന് വിശദീകരിക്കേണ്ടതില്ല. നല്ല ഇടമുറ്റി വളർന്ന് തിങ്ങി വളർന്ന തോട്ടങ്ങൾ, സുലഭമായി ഈത്തപ്പനകളും മറ്റും ഫ്രൂട്ട്സുകളും മറ്റും കായ്ച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളും ചെടികളും, ഇതെല്ലാം അല്ലാഹു എന്തിനാണ് സൃഷ്ടിച്ചത്? മതാഅല്ലക്കും വലിയ അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ മൃഗങ്ങൾക്കും ഭക്ഷണമായിട്ട്. നിങ്ങൾക്കും നിങ്ങളുടെ മൃഗങ്ങൾക്കും ഭക്ഷണമായിട്ട്. ഈത്തപ്പഴത്തെയും ഈത്തപ്പനയെയും ധാരാളമായി ഖുർആൻ പറയുന്നുണ്ട് പലയിടങ്ങളിൽ, ഹദീസിലും കാണാം. അത്രമേൽ സഹീഹായ വളരെ ഫലപ്രദമായൊരു ഹദീസ് അല്ലെങ്കിൽ പോലും അബീബായ നബിതങ്ങൾ പറഞ്ഞൊരു വാക്യത്തിൽ ഈത്തപ്പനയെ നിങ്ങൾ ആദരിക്കണം എന്ന് പോലും കാണാം. അക്രിമു അമ്മത്തക്കും നഖ്ല, അമ്മത്തക്കും, അമ്മായി എന്നാണ് പറയുന്നത് ഈത്തപ്പഴത്തെ കുറിച്ച്. അക്രിമു, നിങ്ങൾ ആദരിക്കണം, അമ്മത്തക്കും, നിങ്ങളുടെ അമ്മായിനെ, അതായത് നഖ്ല, ഈത്തപ്പനെ. എന്തുകൊണ്ട് അമ്മായി എന്ന് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അത് സൃഷ്ടിക്കപ്പെട്ടത് മിൻ ബഖിയ്യത്തി തീനി അബീക്കും ആദം അലൈഹിസ്സലാം, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവാകുന്ന ആദം നബിയെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മണ്ണിൽ നിന്ന് ബാക്കിയുള്ളത് കൊണ്ടാണ് ഈത്തപ്പനയെ സൃഷ്ടിച്ചത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പിതാവിൻ്റെ സഹോദരിയെ, അതുകൊണ്ടാണ് അമ്മത്തക്കും എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? നമ്മൾ ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ, എല്ലാ ഭാഗവും ഉപകാരപ്രദമായ ഒരു മരത്തെക്കുറിച്ച് പറയൂന്ന്. മഹാന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ അറിയായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, ദീർഘമായൊരു ഹദീസാണ്. എല്ലാ ഭാഗവും ഉപകാരപ്രദം. ഈത്തപ്പനയുടെ കുരു എന്താ ചെയ്യാന്നൊക്കെ ഉള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു, അല്ലേ? ഇപ്പം അത് പൊടിച്ച കാപ്പി പോലുള്ള സാധനം കേരളത്തിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. കൊളസ്ട്രോൾ തീരുമല്ലോ അത് കുടിച്ചാൽ. വയറിൻ്റെ ഈ ഗ്യാസ് സംബന്ധമായ, പുണ്ണ് സംബന്ധിയായ പ്രശ്നങ്ങളൊക്കെ മാറും അത്രേ. ശുദ്ധമായ രീതിയിൽ ഈത്തപ്പനയുടെ കുരു വറുത്തിട്ട് അത് പൊടിക്കുകയാണ്, വേറൊന്നും അതിൽ ചേരണില്ല.
അതുകൊണ്ട് തന്നെ കാപ്പി ചായ പോലത്തേത് കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും മാറാൻ കാപ്പിയുടെ അതേ ടേസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റും വിധം ഈത്തപ്പനയുടെ കുരു ലോകവ്യാപകമായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന് വളരെയേറെ ഉപകാരപ്രദം എന്നാണ് പറയുന്നത്. സൂചിപ്പിച്ചല്ല ഞാൻ, ഈ കൊളസ്ട്രോള് പോലത്തതിന് നല്ല ഫലമാണ്. അതേപ്രകാരം തന്നെ വയറുസംബന്ധിയായ ഉദരസംബന്ധിയായ പ്രശ്നങ്ങൾക്കൊക്കെ അത് നല്ല ഫലമാണ്. കാപ്പിയും ചായയും ഒഴിവാക്കി അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷുഗർ ഇല്ലാതെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രമേൽ ഗുണമുണ്ട് എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഒരു പോയിന്റ് പോലും കളയാനില്ലാത്ത എല്ലാം ഉപകരിക്കുന്ന ഒരു 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 മരത്തിൻ്റെ പേര്. അപ്പം നമ്മുടെ പുളിങ്ങയുടെ കാര്യമൊക്കെ എടുത്താൽ അതിൻ്റെ കുരുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, പക്ഷെ അതിൻ്റെ തോട് കളയണം നമ്മൾ. ഈത്തപ്പനക്കുരുവിന് അങ്ങനത്തെ ഒരു സംഭവം കൂടിയില്ല. പലപ്പോഴും ജീവിതത്തിൻ്റെ നിസ്സാരതകളെ കുറിച്ച് പറയാൻ ഹദീസിലൊക്കെ ഖുർആനിൽ തന്നെയും ഈ ഈത്തപ്പനക്കുരുവിൻ്റെ ആ മുള വരുന്ന ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു ചെറിയ നൂല് കാണും. ആ നൂലിനെ പറയലുണ്ട്, അത്ര നിസ്സാരം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളമിറക്കി ഭൂമിയെ പിളർന്നു, അങ്ങനെ ചെടികളുണ്ടായി, മരങ്ങളുണ്ടായി. അതുവഴി നമുക്ക് വിവിധങ്ങളായ ധാന്യങ്ങൾ കിട്ടി, ഫലങ്ങൾ കിട്ടി. അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സംഗതികളും നമുക്ക് ലഭ്യമായി. എന്നിട്ട് പടച്ച റബ്ബ് ചോദിക്കുന്നു, ഇതൊക്കെ നിങ്ങളുടെ പരിധിപ്പെട്ടതാണോ എന്ന്. സമാനമായ ചോദ്യം അല്ലാഹു വേറെയും നടത്തുന്നുണ്ട് സൂറത്തുൽ വാഖിഅയിൽ. നമ്മളൊക്കെ പലപ്പോഴും ഓതുന്ന വാഖിഅയുടെ 63 മുതലുള്ള വാക്യങ്ങൾ. അഫറഅയ്തും മാ തഹറുസൂൻ, നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ വിതയ്ക്കുന്നു, വിത്തിടുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തസ്റഊനഹു, നിങ്ങളാണോ അതിനെ മുളപ്പിക്കുന്നത്? അം നഹ്നു സാരിഊൻ, അതോ നാമാണോ മുളപ്പിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വിത്തിട്ടു, ആ വിത്ത് അങ്ങനെ തന്നെ കടന്നു. സങ്കല്പിച്ചു നോക്കൂ. അല്ലാഹു പ്രകൃതിയിലൊരു വലിയ കണക്ഷൻ നടത്തിയിട്ടുണ്ട്. ചില പ്രത്യേകമായ വിത്തുണ്ട്, അത് ഭയങ്കരമായ കട്ടിയുള്ള പുറന്തോടിലായിരിക്കും. അത് സ്വാഭാവികമായി വെള്ളത്തിൽ കടന്നാലൊന്നും കുതിർന്നു മുളക്ക് കൂട്ടൂല. ആ മേഖലയിൽ അല്ലാഹു ചില പ്രത്യേകം പക്ഷികളെ സൃഷ്ടിച്ചു. ആ പക്ഷികളുടെ ചുണ്ട് അതിശക്തമായി അതിബലവത്തായ ഒരു സംഗതിയാണ്. ഇതുകൊണ്ട് അവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ വിത്തിൻ്റെ ഉള്ളിലുള്ള പരിപ്പ്. അത് കൊത്തി കൊത്തി പൊട്ടിച്ച് അവർ കഴിക്കും. സ്വാഭാവികമായിട്ടും കുറേ പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴും. ഈ സാധനം പൊടിയിൽ നിന്ന് മുളക്കും വിധം അല്ലാഹു അതിനെ സംവിധാനിക്കും. ചില ഇലകളുടെ സൈഡുണ്ട്, ആ സൈഡിൽ നിന്നാണ് അതിൻ്റെ ചെറിയ അടുത്ത തലമുറ വളർന്നു വരിക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇவ்விധം ഭൂമിയെ തയ്യാറാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നാമല്ലാണല്ലോ കൃഷി നടത്തുന്നത്, ഞാനാണല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കണതെന്നൊക്കെ ചിന്തിക്കുക. പിന്നെ റബ്ബി ചോദിക്കണത് എന്തിനാന്നൊക്കെ ഒരു ആഴത്തിൽ ഇതേക്കുറിച്ച് ആലോചിക്കാത്ത ആൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഖുർആൻ വിരുദ്ധമായി ചിന്തിച്ചു നോക്കാം. നമ്മൾ ആലോചിക്കുക, ഈ വിത്തുമായിട്ട് ചന്ദ്രനിൽ പോയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇല്ല. വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഭൂമിയെ വിത്ത് മുളക്കാൻ പറ്റും വിധം അന്തരീക്ഷവും സ്വാഭാവികമായി വെള്ളവും ഒക്കെ ഉള്ള രീതിയിൽ സംവിധാനിച്ചതാരാണ്? അതില്ലെങ്കിൽ എങ്ങനെ വിത്ത് മുളക്കുക? പോട്ടെ, വിത്ത് അങ്ങനെ തന്നെ കടന്നു കാലങ്ങളോളം, ഒരിക്കലും മുളച്ചൊന്നും വരൂല. ചിലപ്പോൾ നമുക്കൊക്കെ അനുഭവമല്ലേ, നമ്മൾ വിത്തിട്ടത് അങ്ങനെ തന്നെ അവിടെ കിടക്കും, മുളക്കൂല, വലിയ നഷ്ടവും. വിത്ത് വാങ്ങിയ കാശ് പോലും പോകും. അങ്ങനെ സംഭവിച്ചാലോ? ഇനി മുളപൊട്ടി വന്നാൽ തന്നെയും ഈ ഓക്സിജനും ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉള്ള ഈ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിലല്ലാതെ ചെടികൾക്ക് മുളച്ചു പൊന്താൻ പറ്റൂല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുമായി അതിനെ കണക്ഷൻ ചെയ്തു വെച്ചു. ഈ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, അവർ ഓക്സിജൻ പുറത്തു വിടുന്നു, അത് നമുക്ക് ഉപകാരപ്പെടുന്നു. നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് പകരം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കാൻ വേണ്ടി ചെടികളും മരങ്ങളും ഒക്കെ കാത്തു നിൽക്കുന്നു. അവരുടെ ഹരിതഗണം നമുക്കറിയാം, അത് രൂപപ്പെട്ടാലേ അതിൽ ഭക്ഷണം ഉണ്ടാവുള്ളൂ, കായ്കൾ ഉണ്ടാവുള്ളൂ. അതിനേറ്റവും ആവശ്യമായ രീതിയിൽ ഭൂമിയിൽ ചുറ്റുഭാഗത്തുള്ള വിഷപദാർത്ഥങ്ങൾ മനുഷ്യനും മറ്റ് ജീവികൾക്കും ശ്വസിക്കാനുള്ള ശുദ്ധമായ ഓക്സിജന് വേണ്ടി ഈ മരങ്ങളും ചെടികളും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു, ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ ഒരു പ്രത്യേകമായ സംവിധാനത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്ത രീതിയിലുള്ള വളരെ മഹത്തായ ഒരു കണക്ഷൻ നിലനിർത്തി പോകുന്നില്ലെങ്കിൽ എങ്ങനെ വിത്ത് വളക്കാനാണ്? എങ്ങനെയാണ് ചെടി വലുതാകുന്നത്? എങ്ങനെയാണ് അതിൽ കായ് പിടിക്കുന്നത്? മരുഭൂമിയായി മാറിയെങ്കിൽ അവിടെ എന്തൊക്കെ മുളയ്ക്കും? നമ്മുടെ നാട്ടിൽ തുള്ളി ജലാംശം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ ചെടി മുളക്കുന്നത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്യന്തികമായി ചോദിക്കാനുള്ള ഏറ്റവും ശക്തമായൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വെക്കുന്നു. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങളാണോ നിങ്ങൾ വിത്ത് നടുന്നതും ആ നടുന്ന വിത്തുകളെ മുളപ്പിക്കുന്നതും അതിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതും? അള്ളാഹു അതിൻ്റെ അടുത്ത കാര്യം പറയുന്നുണ്ട്, ലൗ നശാഉ ലജഅൽനാഹു ഹുത്താമൻ ഫളൽതും തഫഖഹൂൻ. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഇത് വരണ്ട ഭൂമിയാക്കി മാറ്റുമായിരുന്നു, പിന്നീട് ഒന്നും മുളക്കൂല. എന്നിട്ട് നിങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കും, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നാല മുഹറമോൻ, കടക്കാരായല്ലോ എന്ന്. വലിയ പണം കടം മേടിച്ചിട്ട് ഗംഭീരമായി കൃഷി തുടങ്ങിയിട്ട് അത് തീരെ മുളക്കാതെ വന്നാൽ വിളിച്ചു പറയേണ്ടി വരും, കടക്കാരായല്ലോ എന്ന്. മാത്രമല്ല, ബൽനഹ്നു മഹ്റൂമൂൻ, നമ്മൾ എല്ലാ അർത്ഥത്തിലും ഈ തടയപ്പെട്ടുവല്ലോ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് മാറുമ്പോൾ, കൃഷി മുളക്കാതിരിക്കുമ്പോൾ, മുളച്ച കൃഷി തന്നെ പൂർണ്ണതയിലേക്ക് എത്താതിരിക്കുമ്പോൾ, കൊലക്കാൻ നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് കാറ്റടിച്ചിട്ട് വാഴകളെല്ലാം വീണു പോകുമ്പോൾ ദുർബലരാകുന്ന മനുഷ്യൻ പറയേണ്ടി വരും, നമ്മൾ വല്ലാതെ തോറ്റുപോയല്ലോ. ഇത് രണ്ട് സഹോദരന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്ത് അൽ കഹ്ഫിന്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ ഞാനത് വിസ്തരിച്ച് പറയാമല്ലോ. വദരിബുലഹും, അവർക്ക് പറഞ്ഞു കൊടുക്കൂ, മസലൻ, ഒരു ഉപമ. കാരണം അഹങ്കരിക്കരുത് കൃഷി കൊണ്ട്. ഭൗതികമായ എന്ത് വിഭവം കിട്ടിയാലും അതുകൊണ്ട് വല്ലാതെ അഹങ്കരിക്കാൻ നിൽക്കരുത്. എല്ലാം റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. ഒരുപക്ഷെ റബ്ബ് താല അത് മൊത്തം പിൻവലിച്ചേക്കും. ജഅൽനാ ലി അഹദിഹിമാ ജന്നത്തൈനി മിൻ അഅനാബിൻ, രണ്ട് സഹോദരന്മാർ, അതിൽ ഒരാൾക്ക് അള്ളാഹു 2 മുന്തിരിത്തോട്ടങ്ങൾ നൽകി. വഖഫഫ്നാഹുമാ ബിനഖ്ലിൻ, അതിൻ്റെ ചുറ്റുഭാഗത്തും അദ്ദേഹം നന്നായിട്ട് ഈത്തപ്പനകൾ വെച്ച് പിടിപ്പിച്ചു. വജഅൽനാ ബൈനഹുമാ സർആ, ഇടയിലൊക്കെ ഇടവിളകളും കൃഷികളും നടത്തി. നല്ല മനോഹരമായ തോട്ടം സങ്കല്പിച്ചു നോക്കൂ. നല്ല പന്തലിട്ടിട്ട് ഈ മുന്തിരികൾ നിറച്ചു, സമൃദ്ധമായ രീതിയിൽ ചുറ്റുഭാഗത്തും ഈത്തപ്പനകൾ വളഞ്ഞു നിൽക്കുന്നു. പിന്നെയുള്ള ഇടക്കിടക്കുള്ള ഗ്യാപ്പുകളിലൊക്കെ അദ്ദേഹം ചേമ്പും ചേനയും മറ്റൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. കിൽത്തൽ ജന്നത്തൈന അതസുക്കലഹ വലൻ തദ്ലിം മിൻഹു ശൈഅൻ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ. ആ തോട്ടം കൃത്യമായ രീതിയിൽ വിഭവം നൽകിക്കൊണ്ടേയിരുന്നു, ഒരിക്കലും അത് നൽകാതിരുന്നില്ല, സമൃദ്ധമായി കിട്ടിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ട് എന്ന രീതിയിൽ അള്ളാഹു പറയുന്നു, അതിൻ്റെ മധ്യയിലൂടെ ജലസേചന സൗകര്യത്തിന് നാം ഒരു അരുവിയെ ഒഴുക്കിക്കൊണ്ടിരുന്നു. വക്കാന ലഹു സമറും വക്കാലി സാഹിബിഹോ യുആവിറുഹു, ഇദ്ദേഹത്തിന് നല്ല വിഭവങ്ങളുണ്ടായി, അതുകൊണ്ട് നല്ല പണം സമ്പാദിച്ചു. അദ്ദേഹം തൻ്റെ സഹോദരനോട് തർക്കിച്ചുകൊണ്ട് പറഞ്ഞു, അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറ, ഞാനാണ് നിന്നേക്കാൾ ഏറ്റവും നല്ല പണക്കാരൻ, എനിക്കാണ് നിന്നേക്കാൾ ഏറ്റവും കൂടുതൽ പണിക്കാരുള്ളത്. എനിക്ക് കുറേ പണിക്കാരുണ്ട്, എനിക്ക് ധാരാളം തോട്ടങ്ങളുണ്ട്, ഞാനാണ് നിന്നേക്കാൾ എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠവാൻ. വദഖല ജന്നത്തുഹു വഅദഅ ആലിമുൽ നഫ്സി, ഇങ്ങനെ അഹങ്കാരവും കാണിച്ച് അദ്ദേഹം അയാളുടെ തോട്ടത്തിലേക്ക് കയറി. ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ വമാ അളുന്നു അസ്സഅത ഖായിമതൻ വലയുർദു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. ഇത് നിത്യമായി നിൽക്കുന്നതാണ് എൻ്റെ വിചാരം, ഇതൊരിക്കലും നശിക്കൂല. ഇനി നശിച്ചു എന്ന് വയ്ക്കുക, പരലോകം ഉണ്ടെങ്കിൽ അവിടെ റബ്ബ് എനിക്ക് ഇതിലേറെ നല്ലത് തരും. കാര്യം ഇവിടെ എനിക്കാണല്ലോ തന്നത്. വിശ്വസിച്ച് റബ്ബിനെ ആരാധിച്ച് നടക്കുന്നത് നിനക്കല്ലല്ലോ. അതുകൊണ്ട് ഇനി ഇതിനൊരു പര്യവസാനം ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും ആ ലോകത്തും ഞാനായിരിക്കും ശ്രേഷ്ഠൻ. ഖായിമത്തൻ, അങ്ങനൊരു പരിസമാപ്തി ഉണ്ടാകും, ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നൊന്നും എനിക്ക് വിചാരമൊന്നുമില്ല. ഇനി ഉണ്ടെന്ന് വന്നാൽ തന്നെയും അവിടെയും ഞാനായിരിക്കും സമ്പന്നൻ. ഇതൊക്കെ പറഞ്ഞ് ഖാലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു അകഫർത ബില്ലദി ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല, നിന്നെ പടച്ച് സംവിധാനങ്ങളൊക്കെ നൽകിയ റബ്ബിനെ നീ നിഷേധിക്കുകയാണോ എന്ന് വിശ്വാസിയാവുന്ന ആ സഹോദരൻ ഇദ്ദേഹത്തോട് സ്നേഹബുദ്ധിയെ ഉണർത്തി. ലക്കിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ, അത് ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞു.
വലൗലാ ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ തോട്ടത്തിലേക്ക് കയറുമ്പോൾ മാഷാ അല്ലാഹ് എല്ലാം റബ്ബിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം നടക്കുന്നതാണ്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, റബ്ബ് നൽകുന്നതല്ലാതെ ഒരു കഴിവും ഒരു ശേഷിയും എനിക്കില്ലെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? റബ്ബിൽ നിനക്ക് വിനയം കാണിച്ചുകൂടായിരുന്നോ? ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക വയർസില അലൈഹാ ഹുസ്ബാന മിനസ് സമാ. എൻ്റെ റബ്ബ് ചിലപ്പോൾ എനിക്ക് നിന്നേക്കാൾ നല്ലത് നന്നായിക്കും, നിന്റെ തോട്ടത്തിനുമേൽ നന്നായിട്ട് വിപത്തും അല്ലാഹു ഇറക്കിയേക്കും. ഇദ്ദേഹം വിളവെടുപ്പിന്റെ കാലം വന്നു. വിളവെടുപ്പൊക്കെ അന്ന് ഒരു ഉത്സവമാണ്. ബൈബിളിലൊക്കെ കാണാം കൊയ്ത്തുത്സവം. എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും വന്ന് രാത്രി തയ്യാറെടുപ്പൊക്കെ നടത്തി ബാൻഡും ചെണ്ടയൊക്കെ കുട്ടി എല്ലാവരും വന്ന് അതൊരു വമ്പിച്ച ഉത്സവമാണ്, കൊയ്ത്തുത്സവം. അതിനുവേണ്ടി കൊട്ടും കുരവുമായി ഇയാൾ വന്നപ്പോൾ തലേന്നാൾ കാറ്റടിച്ച് ഒരു പൊടി പോലും ഉപകാരപ്രദമല്ലാത്ത വിധം അത് മൊത്തം നശിച്ചു നിൽക്കുന്നത് കാണുകയാണ്. അതോടുകൂടെ തൻ്റെ നിസ്സാരത, തൻ്റെ ദൈന്യത ബോധ്യപ്പെടുന്ന മനുഷ്യൻ പിന്നെയും പിന്നെയും വളരെയേറെ വിഷമം കൊണ്ട് ഞാൻ ഇങ്ങനൊന്നും ആവാതിരുന്നാൽ വളരെ നന്നായിരുന്നു എന്ന് വിലപിക്കുന്നതാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. ഇത് ഭൗതികമായൊരു സംഗതിയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. നമുക്കിവിടെ അഹന്ത പാടില്ല എന്ന്. കൃഷിയിലൊക്കെ സമൃദ്ധി ഉണ്ടെങ്കിൽ, ജോലിയിൽ സമൃദ്ധി ഉണ്ടെങ്കിൽ, മക്കളുടെ വിഷയത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, നകളിപ്പ് പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതിന് പരലോകത്തേക്കുള്ളൊരു സൂചനയാണ് ഈ പറഞ്ഞെല്ലാം. സംഗതി നമ്മളെ നടുന്നു. തൃശ്ശൂർ ഭാഷയിലൊക്കെ ഇപ്പം നടുക എന്നാ പറയാ. പുതിയ ഈ ഫ്രീക്കന്മാരുടെയൊക്കെ ഭാഷയിൽ വാപ്പാനെ മറയത് വന്നതിനെ പറ്റി നട്ടിഷ്ടാന്നാ പറയാ. അപ്പൊ സത്യത്തിൽ ഇത് ദുന്യാവിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിലും ഇതൊരു പരലോകത്തുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. അതുകൂടെ പഠിച്ച റബ്ബിന്റെ ഖുർആന്റെ താല്പര്യത്തിൽ പെട്ടതായിരിക്കുകയും ചെയ്യും. നമ്മളൊരു വിത്ത് നട്ടുപോകുന്നു, തൃശ്ശൂർ ഭാഷയിൽ പറയാ മരണപ്പെട്ട വാപ്പാനെ നട്ടുപോരുന്നു. പിന്നെ അത് മുളക്കും. മുളക്കണ നല്ല രീതിയിലാവണോ? നല്ല രീതിയിലാവണോ? നന്നായിട്ട് അധ്വാനിക്കണം, വിനയം കാണിക്കണം, ഫലം ഉണ്ടാവണോ, സ്വർഗം അനുഭവിക്കണോ? നട്ടുപോന്നാൽ മാത്രം പോരാ, അതിന്റെ മുന്നേ അതിനു വേണ്ടി എല്ലാ സംഗതികളും ചെയ്തിരിക്കണം. അപ്പൊ ആഖിറത്തെക്കുറിച്ച് കൂടെ സൂചിപ്പിച്ചാണ് ഖുർആൻ ഇത് പറയുന്നത്. കൃഷിയെക്കുറിച്ച് ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ്? അത് ഫർദ് കിഫയാണെന്നാണ് ഫിഖ്ഹിന്റെ മസ്അല. ആരെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. ഏതെങ്കിലും ഹരിയാനയിലോ മറ്റോ ആളുകൾ അരി നിർമ്മിക്കുകയും കൃഷി ചെയ്യുകയും അതിങ്ങോട്ട് എത്താൻ കുറേ ആളുകൾ ലോറിയും സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തലും അതോടെ കുറേ കച്ചവടക്കാർ ഏറ്റുവാങ്ങലും അവർ റീറ്റെയിൽ നിലക്ക് വിൽക്കലും ഇതൊക്കെ ഫർദ് കിഫയാണ്. കാരണം മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഭക്ഷണം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും കൃഷി നടത്തണില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായിത്തീരും. ആരെങ്കിലും കൃഷി നടത്തുന്നില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായിത്തീരും. ഫർദ് കിഫാറിന് അങ്ങനെയാണല്ലോ. സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ഫർദ് കിഫാർ. സുന്നത്ത് നമുക്കറിയാം ഐച്ഛികമായൊരു പുണ്യാണ്. ഫർദ് കിഫയാണെങ്കിലോ സംഗതി ഫർദാണ്. ആര് ചെയ്താലും ഫർദ് വീടുമെങ്കിലും ഈ ചെയ്യുന്നതൊക്കെ ഫർദായിട്ടാണ് കൂടുക. അതുകൊണ്ട് അതിന് കൂടുതൽ ശ്രേഷ്ഠതയും പ്രതിഫലവും കിട്ടും. അപ്പൊ കൃഷി എന്ന് പറഞ്ഞാൽ കേവലം സുന്നത്തല്ല, അത് ഫർദ് കിഫയാണ്. വിശ്വാസികളാവുന്ന മനുഷ്യരെല്ലാവരും കുറ്റക്കാരാകും ആരും ഇത് നിർവഹിക്കുന്നില്ലെങ്കിൽ. അപ്പൊ അത് അതിന്റെ മസ്അല നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്താണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. സാമാന്യേന പറയുന്നത് എന്താണ്? കൃഷിയാണ് എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അമൽ കൃഷിയാണ്. എല്ലാ പ്രവാചകന്മാരും കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്നു. ആദം നബി നല്ല കർഷകനായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയും ആദിമ സമൂഹത്തിന് കൃഷിയൊന്നും അറിയില്ലായിരുന്നു. അവരിങ്ങനെ ഭാഗ്യം കൊണ്ട് കിട്ടണതൊക്കെ തിന്ന് മുന്നോട്ട് പോരലായിരുന്നു എന്നൊക്കെ നമ്മൾ ആധുനികമായി ആന്ത്രോപോളജിയിലൊക്കെ പഠിക്കും. പക്ഷേ ഇത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഒന്നാമത്തെ മനുഷ്യൻ സംസ്കാര സമ്പന്നനായിരുന്നു, പ്രവാചകനായിരുന്നു. അദ്ദേഹം കൃഷി ചെയ്തിരുന്നു. എല്ലാ കാര്യത്തിലും ഏറ്റവും അന്നത്തെ രീതിക്ക് ഉന്നതനായിരുന്നു. അപ്പം നബിമാരൊക്കെ ചെയ്ത കൈത്തൊഴിലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് കൃഷിയായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഒക്കെ കാര്യം എടുത്താലും മാനസികമായി ഏറ്റവും ഉല്ലാസമുള്ളത് കർഷകർക്കാണെന്നാണ്. നന്നായിട്ട് ബാങ്കിൽ നിന്ന് വായ്പൊക്കെ എടുത്തിട്ട് പലിശമേൽ പലിശ കയറി വന്നിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരെ പറ്റിയല്ല ഞാൻ പറയണത്. ആ കൃഷിയും അവരും തമ്മിലുള്ള ബന്ധം എത്രയായിരിക്കും ആലോചിച്ച് നോക്കുങ്ങൾ.
വെള്ളം വരുന്നതിനെ പറ്റി അവരാലോചിച്ചു കൊണ്ടേയിരിക്കും, വെള്ളം കൂടുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടേയിരിക്കും. കൂടുന്ന വെള്ളം തുറന്നു വിടാൻ വേണ്ടി അവരുടെ ശ്രദ്ധ എപ്പോഴും കൃഷിയിടത്തിലായിരിക്കും. വിത്ത് വതച്ചാൽ പിന്നെ അത് പക്ഷികളൊന്നും കൊത്തിക്കൊണ്ടുപോകാതിരിക്കാൻ ചിലപ്പോൾ അവർ കാവൽമാടങ്ങളൊക്കെ കെട്ടിക്കാത്തിരിക്കും. ചെറിയ ചെറിയ ഈ കുസൃതിപ്പണികളൊക്കെ വെക്കും, കവർ തൂക്കിയിടലും മറ്റുമൊക്കെ ആയിട്ട്. ശ്രദ്ധ അവിടെ നിന്ന് മാറുന്നില്ല എന്നർത്ഥം. പിന്നെ അതിൻ്റെ ഘട്ടം ഘട്ടമായി ഓരോ സമയത്തും അവർ വളരെ ഏറെ ബഹുമാനത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ അതിനെ പരിചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം പാടത്ത് പോകാതിരുന്നാലും ഒരു യഥാർത്ഥ കർഷകന് അന്ന് ഉറക്കു വരില്ല. ഒരാൾക്ക് എന്തായാലും ആ പാടത്തൊന്ന് പോവേണ്ടി വരും. ഇതൊക്കെ കൂടെ വെച്ച് യഥാർത്ഥ ഒരു കർഷകന്റെ മനസ്സുകൂടെ നമ്മളെ മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ചിട്ടാണ് നിസാഉക്കും ഹർസുല്ലക്കും എന്ന് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്. ഒരു ഒറിജിനൽ കർഷകനോട് ബന്ധപ്പെടുക, അപ്പം മനസ്സിലാവും കൃഷിയിടവും അയാളും തമ്മിലുള്ള സ്നേഹബന്ധം എന്താണെന്നുള്ളത്. അദ്ദേഹത്തിന് ഇതൊരു ചടങ്ങല്ല, അയാളുടെ ആത്മാവിൻ്റെ ഭാഗമാണത്. അവിടെ എന്തെങ്കിലും കള വരുന്നോ എന്നുള്ളത് ശ്രദ്ധിക്കാനാണ് അയാളുടെ പ്രധാനപ്പെട്ട ഒരു ഏർപ്പാട്. ആ കള പറിക്കണം. അങ്ങോട്ട് വല്ല ശത്രുക്കളും വരുന്നുണ്ടോ, എലിയോ മറ്റെന്തെങ്കിലും കൃഷി നശിപ്പിക്കുന്ന ജന്തുജാലങ്ങൾ വരുന്നുണ്ടോ, അയാൾ ഉറക്കൊഴിച്ച് കാവൽ നിൽക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയും സ്നേഹവും ആ കൃഷിയിലേക്ക് അദ്ദേഹം ചൊരിച്ചുവിടുന്നു. ചിലറൊന്നുമല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കി വെക്കൂ. നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്. തീർച്ചയായിട്ടും വിഭവം തരുന്നുണ്ട്. നമുക്ക് മക്കളുണ്ടാവണം എന്നുണ്ടെങ്കിൽ, മനുഷ്യ സമൂഹം നിലനിൽക്കണമെങ്കിൽ ഭാര്യമാരാവുന്ന കൃഷിയിടങ്ങളിൽ നിന്ന് വിളവെടുപ്പ് ആവശ്യമാണ്. കേവലം വിളവെടുപ്പിന് വേണ്ടി മാത്രമല്ല ഈ കർഷകൻ തൻ്റെ കൃഷിയിടത്തെ ആശ്രയിക്കുന്നത്. അയാളുടെ ജീവിതം തന്നെ അതാണ്. അങ്ങനെയാകണം ഇണകൾ തമ്മിൽ. അപ്പോ ഇദ്ദേഹം തവക്കുലാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം വിത്തിടുന്ന ആ ഘട്ടം മുതൽ വിത്തിടാനുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിനിങ്ങനെ നേരാവണ്ണം ഇത് ഇളക്കാൻ പറ്റുന്ന ആ ശേഷി മുതൽ, പാടത്ത് വെള്ളം തരുന്നത് മുതൽ, ഭൂമിയെ അതിന് പറ്റും വിധം സംവിധാനിച്ചതടക്കം എല്ലാം ചെയ്തത് പടച്ച റബ്ബാണ്. ആ റബ്ബിനെ തവക്കുലാക്കി വിസ്മയും ചൊല്ലി കർഷകൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നു. അതോടുകൂടെ അവൻ വലിയൊരു മഹത്വത്തിലേക്ക് കയറിപ്പോകുന്നു. എല്ലാ സമയവും അള്ളാഹുവിനെ തവക്കുലാക്കുന്ന ഒരാൾ, അതാണ് കർഷകൻ. എല്ലാ സമയവും കാറ്റ് വരുമ്പോഴേക്കും അവൻ്റെ ആശങ്ക മൊത്തം പടച്ചോനെ വാഴ വീഴുമെന്നാണ്. വെയിലൊന്ന് ചൂടാകുമ്പോഴേക്കും അവൻ്റെ ആശങ്ക മൊത്തം ഉണ്ടായിത്തീർന്ന എല്ലാ ഈ പൂക്കളും കൊഴിഞ്ഞു പോകുമെന്നുള്ളതാണ്. കർമ്മകം വരുമ്പോഴേക്കും മാങ്ങ കർഷകന്റെ മനസ്സിൽ എന്താ വരിക? സുലഭമായി പൂത്തിട്ടുണ്ട്, പക്ഷെ ഒരു മേഘം വന്നാൽ എല്ലാം കരിഞ്ഞു വീഴും. ചൊല്ലുപോലും ഉണ്ടല്ലോ, മക്കളെയും മാമ്പൂവും കണ്ടിട്ട് കൊതിക്കരുത്. ചിലപ്പോൾ എന്താ നിറച്ച് സുലഭമായി പൂവിട്ടിട്ടുണ്ടാവും, ഒരു കണ്ണിമാങ്ങ പോലും പിടിക്കാതെ വരും. അതുകൊണ്ട് ഏറ്റവും നല്ല തവക്കുലിൻ്റെ ആളാണ് ഈ കർഷകൻ. കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിന് മാത്രമായിട്ടല്ല ഇസ്ലാം പറയുന്നത്. ഇതൊരു തുടർച്ചയായിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന ജാരിയായ ഒരു കാര്യം. ഇമാം മുസ്ലിം തങ്ങളുടെ സഹീഹിന്റെ 1552 വാക്യത്തിൽ മാമിൻ മുസ്ലിമിൻ യഗ്രിസു അർസൻ ഇല്ലാ കാന മാ ഉക്കില മിൻഹു ലഹു സദഖത്തുൻ എന്ന് കാണാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു കൃഷി നടത്തുന്നു, ഒരു ചെടി വെക്കുന്നു, ഒരു മരം നടുന്നു, അതിൽ നിന്ന് ആര് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരെണ്ണാൻ വന്നിട്ടൊരു മാങ്ങ, നമ്മൾ നട്ട മാവിൽ നിന്നൊരു മാങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രതിഫലം കിട്ടും. ആ എണ്ണാൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി ഇങ്ങനെ അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ താഴേക്ക് വീഴും, സ്വാഭാവികം. അത് ഉറുമ്പുകൾ വന്നിട്ട് തിന്നുകൊണ്ടിരിക്കും, അതിൻ്റെ പ്രതിഫലം കിട്ടും. ആ ഉറുമ്പുകൾ തിന്നുന്നതിന് വളരെ നിസ്സാരമായിരിക്കും, അതിൻ്റെ പ്രതിഫലം കിട്ടും. എത്രത്തോളം ഒരാൾ കട്ടുകൊണ്ടുപോയി നമ്മുടെ തേങ്ങ, നമ്മുടെ പറമ്പ് കയറിയിട്ട് വീണ തേങ്ങ ഒരാൾ പെറുക്കിക്കൊണ്ടുപോയി, അതുപോലും സ്വതക്കയായിട്ട് കൂടും. നല്ല മനസ്സിൽ പൊരുത്തപ്പെട്ടു കൊടുക്കും കൂടിയും ചെയ്യാം, എന്നാൽ എന്തായാലും അത് ഉറപ്പാവും. അല്ല നമ്മളിങ്ങനെ ദേഷ്യം പിടിച്ചു കിടന്നുകൊണ്ട് സംഗതി പിന്നെ കിട്ടുമൊന്നുമില്ല. ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ ചെരുപ്പ് ഇങ്ങനെ പ്രാഗി പറഞ്ഞുകൊണ്ട് ആള് നശിക്കട്ടെ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് നമുക്ക് ചെരുപ്പ് കിട്ടുമോ? കിട്ടൂല. അവിടെ ഒന്ന് പകരണ്ട്, അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അത് പറ്റൂല. പിന്നെന്ത് ചെയ്യാം? അടുത്ത കടയിൽ പോയിട്ട് മേടിക്കുക തന്നെ. ആ കൊണ്ടുപോയതോ
ഞാൻ അവനക്ക് അത് സദക്കയായിട്ട് കൊടുത്തു തീരുമാനിക്കുക. എന്നാൽ അയാളിട്ട് നടക്കുന്ന കാലമൊക്കെ പുണ്യം കിട്ടും. മരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വെച്ച മരത്തിൽ നിന്ന് ആരൊക്കെ തിന്നണം, കുറച്ച് മുമ്പേ മുതൽ നമ്മൾ നോക്കണം കേട്ടോ. ഈ പൂവ് വരുന്ന സമയത്ത് വരും ഈ തേൻവണ്ടുകൾ, അവരതിൽ നിന്നിങ്ങനെ പ്രത്യേകമായ ആ തേനൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കും. ലക്ഷക്കണക്കിന് പൂക്കളിൽ നിന്ന് തേനെടുത്തിട്ടാണ് ഒരു തുള്ളി തേനൊക്കെ ഉണ്ടാക്കുന്നത് ഈ സാധു തേനീച്ചകൾ. അപ്പൊ അവ തേനെടുക്കുന്ന ആ തേൻ കുടിക്കുന്ന എത്ര വണ്ടുകളുണ്ടാകും, എത്ര തേനീച്ചകളുണ്ടാവും, അവയൊക്കെ ആ തേൻ നുകർന്നതിൻ്റെ പ്രതിഫലം കിട്ടും. ഈ തേൻ പിന്നീട് ശേഖരിച്ച് അരക്കത് ഉപയോഗിക്കുന്നു, അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടും. ഇതാണ് ജാരിയായൊരു സദക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും അതിൽ നിന്ന് എന്ത് കഴിച്ചാലും ലാ യർസുഖുഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖ, അതവന് സദഖയായി മാറും എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിഭവം കിട്ടുക, നമ്മളെ കാര്യം നടക്കുക എന്നുള്ള ചിന്ത അല്ല കർഷകന് വേണ്ടത്. ഇപ്പം നമ്മളൊരു മരം നടന്നു, പുതിയ കാലത്തൊക്കെ ഈ ബഡ് ചെയ്ത മാവും തൈകളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പരിചരണവും കൊടുത്താൽ വേണ്ട, സ്ഥിരമായി അതിന് ഈ വേനൽക്കാലത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ 2 വർഷം കൊണ്ടൊക്കെ അത് കായ വരും. നേരം വെച്ചാൽ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്ന നമ്മളാ മാവൊക്കെ ആണെങ്കിലും നന്നായിട്ട് വലുതായി 8-10 കൊല്ലം കഴിഞ്ഞിട്ടേ കായ്ക്കുള്ളൂ. ഒരു വൃദ്ധനായ മനുഷ്യൻ അങ്ങനത്തെ ഒരു മാവ് നടുന്നത് അയാൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. തീർച്ചയായിട്ടും നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെ നട്ടതുകൊണ്ടാണ് നമ്മൾ കോമാങ്ങയും നാടൻ മാങ്ങൊക്കെ ഇപ്പം തിന്നണത്. അതൊക്കെ ആ ടൈപ്പ് മാങ്ങാണ്. കുറേ കാലം കഴിഞ്ഞിട്ടാണ് അത് കായ്ക്കുക. ഒരു തെങ്ങ് വെക്കുന്നു, ആ തെങ്ങ് എത്ര കഴിഞ്ഞാലാണ് കായ വരിക? അയാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അത്, ഈ കായ വരുവോളം അയാൾ കാത്തിരിക്കണം എന്നില്ല. പുതിയ കാലത്ത് തെങ്ങിൻ്റെ ഒക്കെ കാര്യം അങ്ങനെ തന്നെ, 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് കായ വരും. നന്നായിട്ട് നമ്മൾ സംരക്ഷിച്ചാൽ എല്ലാത്തിനും പറ്റും വിധം. എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ അരക്കാനും ആട്ടാനും പിന്നെന്താ ഇളനീര് ചെത്താനും ഒക്കെ പറ്റുന്ന ഹൈബ്രിഡ് തെങ്ങുകളൊക്കെ ഉണ്ട്. ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് കായ്ക്കും. നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം ആകുന്നതിൻ്റെ മുന്നേ കായ്ക്കും. ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെടി വെക്കുന്നു, ഒരു മരം നടുന്നു, അത് അയാൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, പിന്നുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് വലിയ വൃദ്ധരാകുന്ന സഹാബിവര്യന്മാരൊക്കെ കൃഷി നടത്തുന്നത് കാണുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാരായിരിക്കും ചോദിക്കും, എന്തിനാ നിങ്ങൾ ഈ ഈത്തപ്പന നട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് മുളച്ച് വലുതായി വന്ന് ഈത്തപ്പഴം കായ്ക്കുന്നത് വരെ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പന്നല്ലേ നോക്കി. ആ സമയത്ത് അവർ തിരിച്ചു ചോദിക്കുന്നത്, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം നമ്മൾ നട്ട മരത്തിൻ്റെ ഫലമാണോ എന്നാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ പോലും നമ്മളെ കയ്യിൽ ഒരു വിത്തുണ്ടെങ്കിൽ, ഒരു ചെടിയുണ്ടെങ്കിൽ, ഒരു തൈ മരം ഉണ്ടെങ്കിൽ അത് നട്ടിരിക്കണമെന്ന് മതം പറയുന്നത്. മുസ്നദ് അഹമ്മദിൻ്റെ 12981 വചനം, ഇൻ ഖാമത്തി സാഅത്തു വബിയദി അഹദികും ഫസീലത്തുൻ ഫഇനിസ്തതഅ അല്ലാ യഖൂമ ഹത്താ യഗ്രിസഹാ ഫല്യഫ്അൽ. ഒരാളുടെ കയ്യിൽ ഒരു വിത്തുണ്ട്, ഒരു ചെടിയുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഖിയാമത്ത് നാളാകുന്നതിൻ്റെ മുമ്പ് ഇത് നടാൻ പറ്റുന്നൊരു ഗ്യാപ്പ് കിട്ടുമെങ്കിൽ ഫല്യഫൽ, അത് നട്ടുകൊണ്ടിരിക്കട്ടെ എന്ന്. ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു. ഇത് നടാനുള്ളൊരു ഗ്യാപ്പുണ്ട്, എന്നാലേ സൂറൊക്കെ ഇടാൻ ആരംഭിക്കുള്ളൂ. അതിൻ്റെ മുമ്പ് കുറേ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ദിന വർദ്ധിക്കുക, കൊലപാതകം വർദ്ധിക്കുക, അങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നുമല്ല കേട്ടോ, ഇതിനേക്കാൾ ശക്തമായിട്ട് വരും. കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ കേരളത്തിൽ 253 കൊലപാതകം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ. അത്രയ്ക്കുള്ള കണക്കിൻ്റെ കയ്യിലുള്ളൂ, അത്രയ്ക്കേ കാണുന്നുള്ളൂ സെർച്ച് ചെയ്തപ്പോൾ. ഇതിനുവേണ്ടിയല്ല ഞാൻ മറ്റൊരാവശ്യത്തിന് നോക്കിയത്. ഒരൊറ്റ വർഷം 283 കൊലപാതകങ്ങൾ, വളരെ മാരകമാണ് അതൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ പിടുത്തം വിടും. ഡെയിലി 283 അവസ്ഥയിലേക്കൊക്കെ വരും. ഉത്തരേന്ത്യയിലൊക്കെ അത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാളിൻ്റെ പ്രധാനപ്പെട്ട 10 അടയാളങ്ങളുണ്ടാകും. ദജ്ജാലിൻ്റെ വരവ്, മഹ്ദി ഇമാമിൻ്റെ പ്രത്യക്ഷപ്പെടൽ, ദാബത്തുൽ അർള് എന്ന പ്രത്യേകമായ സംഗതി, ജീവികൾ അല്ലെങ്കിൽ സത്വം രൂപപ്പെടൽ, പിന്നെ ലാസ്റ്റ് എതിർ സൈഡിൽ നിന്ന് സൂര്യൻ ഉദിക്കൽ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെടുത്തേണ്ട ഒരു മുളച്ച മാവും തൈ. ഇത് നടുന്ന സമയം കൊണ്ട് ഖിയാമത്ത് നാളോട് സംഭവിക്കൂല, അത്രക്കൊരു ഗ്യാപ്പ് ഉണ്ടോ? എന്നാ ഫല്യഫ്, അത് നട്ടിരിക്കട്ടെ എന്ന് ഹദീസിൽ പറയുന്നു.
ഭൂമിയുടെ പരിപാലനം ഒരു ശ്രേഷ്ഠമായ അമലാണ്. ആരെങ്കിലും ഒരു ഭൂമി, നിർജീവമായൊരു ഭൂമി പരിപാലിച്ച് ജലസേചനം നടത്തി അത് കൃഷിയോഗ്യമാക്കിയാൽ അത് അവന് അർഹതപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നു. ഇസ്തിമാർ എന്നാണ് അതിനെപ്പറ്റി പൊതുവെ പറയല്ലേ. ഖുർആനിലെ 11-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വചനത്തിൽ പൂർവികരാവുന്നൊരു സമൂഹം നശിച്ചു പോയതും പറയുന്നതിൻ്റെ ഇടയിൽ ഹുവ അൻശഅക്കും മിനൽ അർളി വസ്തഅമറക്കും ഫീഹ എന്നൊരു പ്രയോഗം കാണും. അള്ളാഹുവാണ് നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും അവിടെ അതിൻ്റെ നടത്തിപ്പും അവിടെയുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്തിമാർ നടത്തി ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തതും എന്ന് അതെല്ലാ വിഭാഗത്തിനോടും കൂടെയുള്ള പ്രഖ്യാപനമാണ്. ഇതിൻ്റെ അവതരണ പശ്ചാത്തലം പ്രത്യേകമായൊരു വിഭാഗത്തെക്കുറിച്ചായിരുന്നു മാത്രം. അപ്പം ഈ ഭൂമിയുടെ പരിപാലനം എല്ലായിടത്തും വൃത്തികെട്ട് ഇങ്ങനെ കിടക്കുക അതുണ്ടാകാൻ പാടില്ല. നമ്മളടുത്ത് ഇത്തിരി വസ്തുവുണ്ട്, ഭൂമിയൊക്കെ ഉണ്ട്, അതങ്ങനെ കാടും പൊന്തിയും പിടിച്ച് കിടക്കുക അത് പറ്റൂല. ഹദീസിൽ തന്നെ കാണാം, നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങളത് വേറൊരാൾക്ക് അനുവദിച്ചു കൊടുക്കണം. സഹീഹുൽ ബുഖാരിയുടെ 2340-ാമത്തെ ഹദീസ് അതാ, മങ്കാന ലഹു അർദുൻ ഫല്യസ്റഉഹ, ആർക്കെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ കൃഷി ചെയ്തിരിക്കണം എന്ന്. അപ്പൊ എനിക്ക് വൈറ്റ് കോളർ ജോലിയാണ്, ഞാൻ ഭൂമിക്കൊന്നും ഇറങ്ങൂല എന്നാണോ? പാടില്ല, തന്നെ പാടില്ല. കാരണം ഇത്തിരി സമയം കിട്ടുമ്പോൾ കൃഷിയോഗ്യമാക്കണം ആ സമയം. ഇങ്ങനെ കാടും പൊന്തിയും കെട്ടിയ ഭൂമിയെ കുറിച്ച് മയ്യത്തായ ഭൂമി എന്നാണ് പറയുന്നത്. അതായത് സക്രിയമല്ലാത്ത ഭൂമി, സജീവമല്ലാത്ത ഭൂമി. അത്തരം ഭൂമികളെ നമ്മൾ എന്ത് ചെയ്യണം? വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം. അപ്പോൾ 10 സെന്റ് വീടിന്റെ പരിസരം, ഒരു 10 സെന്റിലൊക്കെ വീട് വെച്ചാൽ സൈഡിലൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ 4 വാഴയുടെ കന്ന് വെക്കണം എന്ന് തന്നെ ഇതിന്റെ അർത്ഥം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വല്ലാതെ വലുതാവൊന്നും ചെയ്യാതെ മതിലൊന്നും തുളച്ചു പോകാത്ത ചെറിയ ടൈപ്പ് മരങ്ങളൊക്കെ ഉണ്ട്, റംബുട്ടാൻ്റെയും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ നട്ടിരിക്കണം. എന്തുകൊണ്ട്? അത് മനുഷ്യനോടുള്ള അടിസ്ഥാനപരമായൊരു കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസാണ്, ആർക്കെങ്കിലും ഒരു ഭൂമി ഉണ്ടെങ്കിൽ മണ്ണിൽ ഇറങ്ങട്ടെ എന്ന്. ഞാനിങ്ങനെ വിണ്ണിലൂടെ നടക്കുള്ളൂ, ദന്തഗോപുരത്തിലേ ജീവിക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് മാനസികമായ സംതൃപ്തി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും സംതൃപ്തി അനുഭവിക്കുന്നതും ദീർഘായുസുള്ളതും ആർക്കാണ്? കർഷകർക്കാണ്. നമുക്ക് വൈരുദ്ധ്യം തോന്നും, ആയുസ് വളരെ കുറവുള്ള ഡോക്ടർമാർക്കാണെന്നാണ് പഠനം. സമ്മർദ്ദം കൊണ്ടാണ്, മാനസികമായ സമ്മർദ്ദം കൊണ്ടാണ്, സ്വസ്ഥത ഇല്ലാത്തത് കൊണ്ടാണ്. കർഷകനാണെങ്കിലോ അവനങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞിയൊക്കെ ഭക്ഷണമൊക്കെ കുടിച്ച് കഴിച്ചിട്ട് അങ്ങനെ കൃഷിയിടത്തേക്ക് ചെല്ലുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു അനുഭൂതി ഉണ്ട്. അത് കവിതകളിൽ കാണും, പക്ഷെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തിരിക്കണം. അപ്പൊ അവന് മാനസികമായി നല്ല സന്തോഷം വരും. ഇനി അതൊന്നും ഇല്ലെങ്കിലും റസൂലിന്റെ കൽപ്പനയാണ്, മങ്കാന ലഹു അർദുൻ, ആർക്കെങ്കിലും ഭൂമി കൈവശമുണ്ടെങ്കിൽ ഫല്യസ്റഉഹ, കൃഷി നടത്തട്ടെ. ഔ ലിയംനഹഹാ അഖാഹു, അല്ലെങ്കിൽ അവന്റെ സഹോദരന് കൃഷി നടത്താൻ ഇത് അനുവദിച്ചു കൊടുക്കട്ടെ. പാട്ടത്തിനെടുത്തോളൂ, അയാളെ കൊല്ലും വിധത്തിലാകരുത്. ഇനി ഒന്നുമില്ലെങ്കിലും കൊടുക്കണം. ഒന്നും തരാത്ത വിധാണെങ്കിലും കൃഷി നടത്താതെ 1 ഇഞ്ച് ഭൂമി വെറുതെ ഇടാൻ പാടില്ല. അപ്പൊ എത്ര സങ്കീർണമാണ് ഈ സംഗതി നമ്മൾ ആലോചിച്ച് നോക്കൂ. വെറുതെ ഇടുക. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ കൃഷിപ്പണിയാണ്. അത്തിയബുൽ കസബ് അമലുർ റജുലി ബിയദിഹി. എല്ലാ പ്രവാചകന്മാരും അവരുടെ കൈകൊണ്ട് അധ്വാനിച്ചു, അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നത് വേറെ ഹദീസിൽ കാണാം നമുക്ക്. അപ്പോൾ കൃഷി ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പൂർവികരാവുന്ന മഹാന്മാരൊക്കെ അതിൽ നല്ല മാതൃകകളായിരുന്നു. ഇമാം ഗസാലി തങ്ങൾ നല്ല കർഷകനായിരുന്നു. നല്ല കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിൽ ഏറ്റവും മികച്ച കർഷകനായിരുന്നു. എന്നിട്ടോ അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ് വന്നു? വലിയ ഉസ്താദ് അല്ലാതെ വന്നു? വലിയ ഉസ്താദ് തന്നെ ആയി. ഷാഫി ഫിഖ്ഹിന്റെ അടിസ്ഥാനം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്, ഷാഫി ഫിഖ്ഹിന്റെ പിൽക്കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ആശ്രയിച്ച് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇമാം ഗസാലി തങ്ങളുടെ 4 ഗ്രന്ഥങ്ങളിലാണ്. വജീസും വസീത്തും ഖുലാസയും. ഇതിൽ നിന്നാണ് ഇമാം റാഫി തങ്ങൾ മുഹറർ രൂപപ്പെടുത്തുന്നത്. അതിൽ നിന്നാണ് ഇമാം നവവി തങ്ങൾ മിൻഹാജുൻ രൂപപ്പെടുത്തുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ തുഹഫ വരുന്നത്, മുഗ്നി വരുന്നത്, നിഹായ വരുന്നത്, നമ്മുടെ ഫതുൽ മീൻ പോലും വരുന്നത്.
അപ്പോൾ വലിയ കർഷകനായതുകൊണ്ട് വൈജ്ഞാനിക സേവനത്തിന് എന്തെങ്കിലും കുറവ് വന്നോ? ഇല്ല. ഡോക്ടറാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഉള്ള സമയം ഉപയോഗപ്പെടുത്തിയിട്ട് കൃഷി നടത്തിയിരിക്കണം. ധാരാളമായി ഇതേക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആവശ്യമില്ലാതെ ഫലം കായ്ക്കുന്ന മരങ്ങൾ വെട്ടിക്കളയരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആവശ്യമില്ലാതെ വലിയ ആവശ്യം വന്ന വെട്ടാണെങ്കിൽ തന്നെ അതിന് പകരം കുറേ ഏറെ വെച്ചിരിക്കണം. അതാണല്ലോ ഇപ്പം നമ്മുടെ ഗവൺമെന്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആഗോളതാപനത്തിന് മരമാണ് മറുപടി എന്നാണ്. വേൾഡ് വാർമിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് ലോകം തന്നെ നശിക്കാൻ പോവുകയാണ്. കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കരകളൊക്കെ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ശക്തമായി ഇങ്ങനെ മീറ്ററുകൾ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കടലിൻ്റെ ഉള്ളിൽ പോകുമെന്നാണ് പറയുന്നത്. ലോകശ്രദ്ധ വരുത്താൻ വേണ്ടി അവർ കടലിൻ്റെ ഉള്ളിൽ വെച്ച് അവരുടെ ലോകസഭ അവരുടെ സമ്മേളനം നടത്തിയിരുന്നു. അവരുടെ ഭരണാധികാരിയുടെ ലോകസഭ എന്നാണ് അവിടുത്തെ പേരെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് നടത്തിയിരുന്നു അവർ. അതിൻ്റെ കടലിൽ വെച്ചിട്ട് പ്രത്യേക സംവിധാനമൊക്കെ വെച്ച്. എങ്ങനെ ഞങ്ങളിതാ അടുത്ത ഘട്ടത്തിൽ ഇങ്ങനെ ആയി പോവുകയാണെന്ന് പറയാം. ഒരു സമ്മേളനം നടത്താൻ കടലിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും. പക്ഷേ ഇന്തോനേഷ്യ ആവുന്ന മഹാരാജ്യം മൊത്തം ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ലോകത്ത് താപനം കൂടാൻ. അത് കാരണം ഈ മലകളിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഐസ് ഉരുകി കടലിലെ വെള്ളം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പുറമെ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അൾട്രാവയലറ്റ് രശ്മി നേരിട്ട് പതിക്കുകയാണെന്നാണ്. അത് കാരണം ഈ തൊലിയിൽ കുറേ രോഗങ്ങൾ വരുന്നു, ക്യാൻസർ വരെയും. ഓസ്ട്രേലിയയുടെ വലുപ്പത്തിലുള്ള വലിയൊരു ഓട്ടം ഉണ്ടെന്നാണ് ഓസോൺ പാളിക്ക്. ജനങ്ങളുടെ അത്യാർത്തി മൂലം അവർ ചെയ്യുന്ന കുറേ പ്രവൃത്തി കൊണ്ട് ഭൂമിയിലും ആകാശത്തും മനുഷ്യൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഖുർആൻ പറയാണ്. അപ്പൊ ഇതിന് പരിഹാരം എന്താണ്? ഈ ചൂടിന് പരിഹാരം എന്താണ്? മരം വെച്ച് പിടിപ്പിക്കൽ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നോക്കുങ്ങൾ. റോഡുകളായി, മൊത്തം ഫ്ലാറ്റുകളായി. എന്നല്ല, ഗ്രൗണ്ടുകൾ എന്ന തലത്തിൽ നിന്ന് മാറിയിട്ട് മൊത്തം ടർഫുകളായി. അത് കഴിഞ്ഞിട്ട് എല്ലാ മുറ്റവും കോൺക്രീറ്റ് ആയി. ഒരു തുള്ളി വെള്ളം ഊർന്നിറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഇല്ലാതെ. പാടങ്ങളായിരുന്നു ഭൂമിയുടെ അരിപ്പ. പാടത്ത് നിറഞ്ഞിരിക്കുന്ന വെള്ളം അടിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഭൂഗർഭജലം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പാടങ്ങൾ പറ്റില്ലാതായി. ഉള്ള പാടങ്ങളൊക്കെ മണ്ണിട്ട് നിരത്തപ്പെട്ടു. നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരുന്നു ഭൂമിയെ, പ്രകൃതിയെ. അതുകൊണ്ട് ഭൂഗർഭജലം 4 മീറ്ററോളം കുറഞ്ഞു എന്നാണ്. പിന്നെ അനാവശ്യത്തിനും ആവശ്യത്തിനും വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. കേരളക്കാരൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ. ബാത്റൂമിൽ പോയാൽ 4 ബക്കറ്റ്, ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ബക്കറ്റ്, കുളിക്കണം എന്നുണ്ടെങ്കിൽ കോരി പുറത്തു കൂടി നിങ്ങളുടെ ബാക്കിൽ ഒഴിച്ച് കളയാൻ കുറേ ബക്കറ്റ്. അതിനുവേണ്ടി കുറേ ബക്കറ്റ് വേണം. നിറച്ച് ബക്കറ്റിൽ വെള്ളം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒഴിക്കുക. അതിൻ്റെ നല്ലൊരു ശതമാനം പുറത്ത് ടച്ച് ചെയ്യാതെ ഭൂമിയിൽ അങ്ങോട്ട് വീണ് പോവുക. നമ്മൾ സമുദ്രത്തിൽ നിന്ന് ഒതെടുക്കുകയാണെങ്കിൽ പോലും 3-ലപ്പുറം കൂട്ടാൻ പാടില്ലെന്നും കൂടുതൽ ജലം ഉപയോഗിക്കാൻ പാടില്ലെന്നും കൃത്യമായി പഠിപ്പിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ. ധാരാളമായി വെള്ളം ചെലവഴിക്കുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും മാറണം. നമ്മുടെയൊക്കെ നാടുകളിൽ പോലും കിണറിലെ വെള്ളം തീർന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും പറ്റാത്ത കിണറുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂഗർഭജലം വർദ്ധിപ്പിക്കാനുള്ള നമ്മുടേതായ പരിപാടികൾ നമ്മൾ ചെയ്യണം. വെറുതെ പറമ്പ് കിടക്കുന്ന ആളുകളൊക്കെ ഒരു JCB വിളിച്ചിട്ട് 1 മീറ്റർ ആഴത്തിൽ അതിന് നിറച്ച് കുഴികൾ ഉണ്ടാക്കിയിട്ട്, വല്ല ചെടിയൊക്കെ കിട്ടുന്ന സമയത്ത്, നല്ല ഫലങ്ങൾ കിട്ടുന്ന സമയത്ത് നടുവാം. ഈ വെള്ളം അവിടെ കെട്ടി നിൽക്കട്ടെ. അല്ലെങ്കിൽ ഈ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ വരമ്പെടുത്ത് വെള്ളത്തെ കെട്ടി നിർത്തുക. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുളങ്ങളൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ടെങ്കിൽ SOSന്റെ ഒക്കെ കീഴിൽ അത് സജീവമാക്കി വൃത്തിയാക്കി അതിൽ നിറച്ച് വെള്ളം ഉണ്ടാകുന്ന സംവിധാനമാക്കുക. അടുത്തുള്ള എല്ലാ വീട്ടിലും പിറ്റത്തെ വർഷത്തിൽ കിണറിൽ നിറച്ച് വെള്ളം ഉണ്ടാകും. നമ്മുടെ പറമ്പിൽ നമ്മൾ കുഴി കുത്തി വെച്ചാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം അതിൽ തന്നെ താഴ്ന്ന് നമ്മുടെ ഭൂമിയിൽ എപ്പോഴും ഈർപ്പുണ്ടാവും. നമ്മുടെ തെങ്ങിൻ തടത്തിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേനൽ തുടങ്ങി ഒരു 3 മാസം 4 മാസം ഒന്നും നനയ്ക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം മണ്ണിൽ തന്നെ തെങ്ങിൻ്റെ വേരുള്ളിടത്ത് അതിനാവശ്യമായ ഈർപ്പം കിട്ടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ആ വെള്ളമൊക്കെ അവിടെ പോയി അവിടെ വറ്റിക്കൊണ്ടിരുന്നു. നേരെ മറിച്ച് ഒഴുകി അങ്ങനെ പോകും. അതങ്ങനെ തോട്ടിലെത്തും, തോട്ടിൽ നിന്ന് പുഴയിലെത്തും, പുഴയിൽ നിന്ന് കടലിലെത്തും. ആർക്കും ഉപകാരമില്ലാതെ അതാണ് നശിക്കും. പടച്ച റബ്ബിന്റെ ചോദ്യം മറക്കരുത്. ലോ അസ്ബഹമാഉക്കും ഗൗറൻ ഫമയതികും ബിമാഇൻ മഈൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് കൃഷി.
വളരെ സന്തോഷകരമായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഏർപ്പാടാണത്. ഇപ്പോൾ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് കൊഴുതകാന്ന് പറയണ്ട, മുട്ടുവരെയുള്ള ഷൂ വാങ്ങാൻ കിട്ടും. എനിക്കിങ്ങനെ വേർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് പറയണ്ട, അതൊക്കെ വേഗം ശരിയാവും, 2 ദിവസം കൊണ്ട് ശീലാവും. പരമാവധിക്കപ്പുറം മണ്ണിലിറങ്ങാൻ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആഹ്വാനം എന്ന രീതിയിൽ എന്നോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നല്ല രീതിയിൽ അവൻ്റെ വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അത് അവൻ പറഞ്ഞതുപോലെ, അവൻ്റെ റസൂല് പറഞ്ഞതുപോലെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി നല്ല തവക്കുലിൻ്റെ ആളുകളായി നമ്മയൊക്കെ അള്ളാഹു ജീവിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മളൊക്കെ വിത്ത് പോലെ മണ്ണടിയുന്നൊരു ദിവസം വരും, എന്നിട്ട് നമുക്കൊരു മുളച്ചു പൊന്തലുണ്ട്, അത് നന്മയിലായി അള്ളാഹു ആക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم.